ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വേൾഡിലെ ഫേക്ക് ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ 5 ഫേക്ക് ന്യൂസ്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വാർത്തയിലെടുക്കാം. ഓരോ വ്യാജ വാർത്തയും വിശദമായി പറയാം. 1. കോവിഡ് വാക്സിനുകളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ. കോവിഡ് വാക്സിനുകൾ സുരക്ഷിതമാണെന്നും ഫലപ്രദമാണെന്നും ആരോഗ്യ സംഘടനകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിനുകൾ അപകടകരമാണെന്നും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത് വാക്സിനേഷനെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുകയും ആളുകൾ വാക്സിൻ എടുക്കുന്നത് ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. 2. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണെന്നും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അതിന് കാരണമാകുന്നുവെന്നും ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു കെട്ടുകഥയാണെന്നും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അതിന് കാരണമാകുന്നില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അവബോധം കുറയ്ക്കുകയും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു. 3. രാഷ്ട്രീയപരമായ വ്യാജവാർത്തകൾ. രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വ്യാജവാർത്തകൾ ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത് വ്യാപകമായി കാണാറുണ്ട്. ഇത് രാഷ്ട്രീയപരമായ ധ്രുവീകരണത്തിന് കാരണമാവുകയും ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. 4. സെലിബ്രിറ്റികളെക്കുറിച്ചുള്ള വ്യാജവാർത്തകൾ. സെലിബ്രിറ്റികളുടെ മരണം, വിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യാജവാർത്തകൾ പ്രചരിക്കുന്നു. ഇത് പലപ്പോഴും അവരുടെ ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കുകയും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. 5. ആരോഗ്യപരമായ വ്യാജവാർത്തകൾ. ചില ഭക്ഷണങ്ങൾ ക്യാൻസറിന് കാരണമാകുമെന്നും ചില മരുന്നുകൾക്ക് അത്ഭുതകരമായ രോഗശാന്തി നൽകാൻ കഴിയുമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നു. ഇത് പലപ്പോഴും ആളുകളെ അപകടകരമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഈ ഫേക്ക് ന്യൂസുകളെ പറ്റി അറിഞ്ഞല്ലോ. അത് ഫേക്ക് ന്യൂസുകൾ ഇന്ന മേഖലകളിലൂടെയാണ് ഫേക്ക് ന്യൂസുകൾ വരുന്നത്. സോ ഫേക്ക് ന്യൂസുകൾ എപ്പോഴും നമ്മൾ അവഗണിക്കുക, ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അടുത്ത ന്യൂസായിട്ട് പെട്ടെന്ന് വരുന്നത്.